ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോണത് 3 7 സീറ്റ് വാഹനങ്ങളാണ്. അതിലൊരു എർട്ടിഗ ഡീസലുണ്ട്, പിന്നെ ഒരു ബൊലേറോ ഉണ്ട്, പിന്നെ ഒരു ഇന്നോവ വരുന്നുണ്ട്. അപ്പോൾ ഈ 3 വാഹനങ്ങളാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയുള്ള വണ്ടികളാണ്. വേറെ മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. എർട്ടിഗ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 18-20 ലെവലിലും, ബൊലേറോ ഇന്നോവ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 12 to 13 ലെവലിലൊക്കെ വണ്ടിക്ക് മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ അതിൽ ആദ്യം തന്നെ വരുന്ന വണ്ടി എർട്ടിഗയാണ്. ഡീസലാണ്, ഡീസൽ മാനുവലാണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ 2012 വണ്ടീൻ്റെ മോഡൽ വരുന്നത്. 1,80,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. VDI ആണ് വണ്ടീൻ്റെ ഓപ്ഷൻ വരുന്നത്. KL 53 പെരിന്തൽമണ്ണ രജിസ്ട്രേഷനാണ് വണ്ടി നിലവിലുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിൻ്റെ വണ്ടി. ഇൻ്റർ ഭാഗമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് കവർ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടി VDI ആയതുകൊണ്ട് തന്നെ 4 പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, കമ്പനി സ്റ്റീരിയോ, അതുള്ള ഫീച്ചേഴ്സൊക്കെ വണ്ടിക്ക് വരും. സെൻട്രൽ ലോക്കൊക്കെ കമ്പനി തന്നെ കൊടുക്കണമുണ്ട്. ടയർ ഭാഗമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലൊക്കെ പുതിയ ടയറുണ്ട് 2 ബാക്കിൽ ഒരു ആവറേജ് ടയറേ ഉള്ളൂ. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 3,25,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്ക് 2.5 ലക്ഷം വരെ വണ്ടിക്ക് ലോൺ ചെയ്യാൻ പറ്റും. പിന്നെ 1.3 ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 18-20 ലെവലിലൊക്കെ വണ്ടിക്ക് മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റും. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. അടുത്ത വണ്ടി വരുന്നത് ബൊലേറോ ആണ്. 2016 വണ്ടീൻ്റെ മോഡൽ വരുന്നത്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണുള്ളത്. 80,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഡീസൽ തന്നെയാണ്, ഡീസൽ മാനുവലാണ്. ZLX ആണ് വണ്ടീൻ്റെ ഓപ്ഷൻ വരുന്നത്. M2DI ആണ്. നമുക്ക് ഏകദേശം ഒരു 14 ലെവലൊക്കെ വണ്ടിക്ക് മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റും. ഇൻ്റർ ഭാഗമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് കവറൊക്കെ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടി ZLX ആയതുകൊണ്ട് തന്നെ 4 പവർ വിൻഡോ, ബാക്ക് വൈപ്പർ ഒക്കെ വണ്ടിക്ക് വരും. അഡീഷണൽ സ്റ്റീരിയോ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ AC പവർ സ്റ്റാറിംഗ് ബേസിക്കലുള്ള ഫീച്ചേഴ്സും വണ്ടിക്ക് വരുന്നുണ്ട്. അത്യാവശ്യം ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കയറാൻ പറ്റിയ വണ്ടിയാണ്. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 5,95,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 5 ലക്ഷം വരെ വണ്ടിക്ക് ലോൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ലാസ്റ്റ് കാണിക്കാൻ പോണ വണ്ടി ഇന്നോവയാണ്. 2006 മോഡലാണ്. നിലവിൽ 2031 വരെ വണ്ടിക്ക് പേപ്പറുണ്ട്. റീവണ്ടിയാണ്. ലോണോ കാര്യങ്ങളൊന്നും കിട്ടില്ല. മോഡൽ കുറഞ്ഞ വണ്ടി ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് റേറ്റ് വരുന്നത് 3,25,000 രൂപയാണ്. 5 കൊല്ലത്തിൻ്റെ പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ്. G4 ആണ് വണ്ടീൻ്റെ ഓപ്ഷൻ വരുന്നത്. അലോയിലൊക്കെ വണ്ടിക്കുണ്ട്. അപ്പോൾ നിലവിൽ ഈ 3 വണ്ടി നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ബാക്കി മൊത്തമായിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളെ സ്ഥലം വരുന്നത് കാക്കഞ്ചേരിയാണ്. രാമനാട്ടുകര അടുത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കൊക്കെ അടുത്താണ്. അപ്പോൾ ഇത്തരത്തിൽ ലോ ബഡ്ജറ്റിൽ ആരെങ്കിലുമൊക്കെ 7 സീറ്റ് വാഹനം അന്വേഷിച്ച് എടുക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വാഹനങ്ങളാണ് 3. ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.